2021 മെയ് 11. സമയം ഏകദേശം 5 മണി. ഗ്രീസിലുള്ള ഏതൻസിലെ എമർജൻസി യൂണിറ്റിലേക്ക് ഒരു എമർജൻസി കോൾ വരുന്നു. കോൾ എടുത്ത ഓപ്പറേറ്ററോട് അങ്ങേ തലക്കിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ ഇവിടെ സഹായം വേണം, എത്രയും വേഗം ആംബുലൻസ് അയക്കണം എന്ന് അവ്യക്തമായ രീതിയിൽ അയാളോട് പറയുന്നു. കാര്യം അന്വേഷിച്ച ഓപ്പറേറ്ററോട് അയാൾ എന്തൊക്കെയോ അവ്യക്തമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞതൊന്നും തന്നെ ഓപ്പറേറ്റർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഈ കോൾ ട്രേസ് ചെയ്ത് ഏതൻസ് പോലീസും ഒരു വണ്ടി ആംബുലൻസും സംഭവ സ്ഥലത്തെത്തുന്നു. ഏതൻസ് സബർബിനടുത്തുള്ള ഗ്ലൈക്കാനേര എന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലാണ് പോലീസ് എത്തിയത്. ആ വീട് ഗ്രീസിലെ ഒരു കൊമേഴ്ഷ്യൽ ഹെലികോപ്റ്റർ പൈലറ്റായ ബാബിസ് അനാക്നോപോലോസ് എന്ന വ്യക്തിയുടേതായിരുന്നു. വീടിനകത്തേക്ക് കയറി ചെന്ന പോലീസ് ആദ്യം കണ്ടത് ലീഷ് കുരുങ്ങി മരിച്ചു കിടക്കുന്ന റോക്സി എന്ന ഒരു ഹസ്കി ഇനത്തിൽപ്പെട്ട നായയാണ്. കുറച്ചും കൂടി അകത്തേക്ക് കയറി ചെന്ന പോലീസുകാർ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ ബാബിസിനെയും കണ്ടുപിടിക്കുന്നു. വായിൽ ടേപ്പൊട്ടിച്ച് കൈകാലുകൾ ബന്ധിച്ച നിലയിൽ അവശനായിട്ടാണ് ബാബിസിനെ പോലീസ് കണ്ടെത്തുന്നത്. ഇതേ ബാബിസ് തന്നെയാണ് എമർജൻസി യൂണിറ്റിലേക്ക് ഫോൺ ചെയ്തത്. വായിൽ ടേപ്പൊട്ടിച്ചിരുന്നത് കൊണ്ടാണ് അയാൾ പറഞ്ഞ പകുതി കാര്യവും യൂണിറ്റിലുള്ളവർക്ക് മനസ്സിലാവാതെ പോയത്. സ്വതന്ത്രനാക്കിയതിനു ശേഷം ബാബിസിനോട് പോലീസ് കാര്യങ്ങൾ തിരക്കി. ബാബിസ് പറഞ്ഞു, 3 പേർ ഞങ്ങളുടെ വീട് ആക്രമിച്ചു. അവർ എൻ്റെ ഭാര്യയെ മകളെ ഉപദ്രവിച്ചു. വീടിനുള്ളിലെ മറ്റു മുറികളിലേക്ക് പോലീസുകാർ തിരച്ചിൽ നടത്തി. അതിലെ ഒരു കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ബാബിസിൻ്റെ ഭാര്യയായിട്ടുള്ള കരോലൈൻ ക്രൗച്ച് എന്ന യുവതിയെ അവർ കണ്ടുപിടിച്ചു. ബാബിസിൻ്റെ 11 മാസം പ്രായമുള്ള കുഞ്ഞ് ഈ സമയവും തൻ്റെ അമ്മയുടെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞ് അനങ്ങാതെ കിടക്കുന്ന തൻ്റെ അമ്മയെ കൈകൊണ്ട് തട്ടി വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ അമ്മ അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കുഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങി. പോലീസുകാർ ബാബിസിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഏകദേശം 4:30 മണിയോടെ മുഖംമൂടി ധരിച്ചു വന്ന 3 പേർ ഞങ്ങളുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്നു. അവർ ഞങ്ങളോട് പണം ആവശ്യപ്പെട്ടു. പണമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ കുഞ്ഞിനെ ഗൺ പോയിന്റ് നിർത്തി ഞങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കി. പണം തന്നില്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞു. പേടിച്ചു പോയ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന $20,000 അവർക്കെടുത്തു കൊടുത്തു. എന്നാൽ അത് പോരാ എന്നും പറഞ്ഞ് വീണ്ടും ഞങ്ങളുടെ കുഞ്ഞിനെ അവർ ഗൺ പോയിന്റ് നിർത്തി. വീണ്ടും പണം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്തവണ ഞാൻ തടസ്സം പറയുകയും ഞാൻ അവരെ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ അവർ 3 പേരുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അവരെന്നെ കെട്ടിയിട്ട ശേഷം വീണ്ടും എൻ്റെ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരിൽ ഒരാളുടെ അടിയേറ്റ് എൻ്റെ ഭാര്യ ബോധരഹിതയായി. അവർ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഒരു മുറിയിലിട്ട് പൂട്ടി. കുറച്ചു നേരം വീട് അരിച്ചു പറക്കിയ ശേഷം കയ്യിൽ കിട്ടിയ വസ്തുക്കളെല്ലാം എടുത്ത് അവർ വീടിന് വെളിയിലേക്ക് പോയി. ഈ സമയം അർദ്ധബോധാവസ്ഥയിലായിരുന്ന ഞാൻ എൻ്റെ സമീപത്തൊരു ഫോൺ കിടക്കുന്ന കണ്ടു. എന്തി വരഞ്ഞ് ഫോണിനടുത്ത് ചെന്ന ശേഷം ഞാൻ എൻ്റെ മൂക്ക് ഉപയോഗിച്ച് ഫോൺ അൺലോക്ക് ചെയ്തു. അതിനുശേഷം എമർജൻസി നമ്പർ അടിച്ച് എമർജൻസി യൂണിറ്റിൽ വിവരമറിയിച്ചു. ഇതായിരുന്നു ബാബിസ് പോലീസിനോട് പറഞ്ഞ കഥ. കാരോലൈൻ്റെ ഓട്ടോപ്സി പരിശോധിച്ച ഡോക്ടർമാർക്ക് അവളുടെ ശരീരത്തിൽ നിന്നും ഒരു തരത്തിലുള്ള ഫോറൻസിക് എവിഡൻസും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, കരോലൈൻ മരിച്ചിരിക്കുന്നത് ശ്വാസതടസ്സത്തെ തുടർന്നാണെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഇത് അക്ഷരാർത്ഥത്തിൽ വിചിത്രമായിരുന്നു. ബാബിസ് പറഞ്ഞ കഥ വെച്ച് നോക്കിയാൽ കരോലൈൻ മരിച്ചിരിക്കുന്നത് അക്രമികളിൽ ഒരാളുടെ അടിയേറ്റായിരിക്കണം. എന്നാൽ കരോലൈൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് അവർ വിചാരിച്ചതിലും വിപരീതമായിട്ടാണ് വന്നിരിക്കുന്നത്. പോലീസുകാർ അന്വേഷണം കുറെ കൂടി ഊർജിതമാക്കി. അറിഞ്ഞിടത്തോളം ഈ ഒരു ആക്രമണം വളരെയധികം പ്ലാൻഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്, വളരെയധികം പ്രൊഫഷണലായി. ഈ കുടുംബത്തെ അടുത്തറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും ഇതിന് പിന്നിലെന്ന് പോലീസ് സംശയിച്ചു. അതുകൊണ്ട് ഈ കുടുംബത്തെ അടുത്തറിയാവുന്ന വ്യക്തികളെ എല്ലാം തന്നെ പോലീസ് ചോദ്യം ചെയ്തു. കൂട്ടത്തിൽ പോലീസ് ഇവരുടെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാരോടും കാര്യങ്ങൾ അന്വേഷിച്ചു. ഇങ്ങനൊരു ആക്രമണത്തെപ്പറ്റി അവരോട് ചോദിച്ചപ്പോൾ അവർ ഏറെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് പോലീസുകാരോട് പറഞ്ഞത്. അവർ പോലീസിനോട് പറഞ്ഞത്, അന്നേ ദിവസം ഞങ്ങളൊരു അലർച്ച കേട്ടിരുന്നു, അത് പക്ഷേ മനുഷ്യൻ്റേതല്ല, മറിച്ചൊരു നായയുടേതായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളതിനെ ഗൗനിക്കാതിരുന്നത് എന്നാണ്. ബാബിസിൻ്റെ വീടിൻ്റെ ഏറെ അടുത്ത് തന്നെ താമസിക്കുന്ന ഈ അയൽക്കാർ അന്ന് ഞങ്ങൾ ഒരു തരത്തിലും ഒരാണിൻ്റെയോ പെണ്ണിൻ്റെയോ അലർച്ച ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടില്ലെന്നും അവർ ആണയിട്ട് പറഞ്ഞു. ആ വീട് ആക്രമിക്കപ്പെടുമ്പോൾ എങ്ങനെ പോലും തങ്ങൾ അറിയേണ്ടതാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇതോടെ ഏതൻസ് പോലീസ് ബാബിസിൻ്റെ വീട് ഒരിക്കൽ കൂടെ സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഇത്തവണ അവർ ഡിറ്റക്റ്റീവ്സിൻ്റെ സഹായം കൂടി അഭ്യർത്ഥിച്ചു. ഈ സെർച്ചിലാണ് പോലീസിന് കരോലൈൻ്റെ ഡയറി കിട്ടുന്നത്. ആ ഡയറിക്കകത്തു നിന്നും കേസിനാസ്പദമായിട്ടുള്ള ചില തെളിവുകൾ പോലീസുകാർക്ക് ലഭിക്കുന്നു. മരിക്കുന്ന സമയത്ത് കരോലിൻ ഒരു വാച്ച് ധരിച്ചിരുന്നു. മനുഷ്യരുടെ പൾസ് ഓട്ടോമാറ്റിക്കായിട്ട് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന ഒരുതരം പ്രത്യേകതരം സ്മാർട്ട് വാച്ചായിരുന്നു അത്. കരോലൈൻ്റെ പൾസ് റേറ്റ് ടൈമിങ്ങിനനുസരിച്ച് ആ വാച്ചിൽ സേവ് ചെയ്യപ്പെട്ടിരുന്നു. പോലീസുകാർ ആ വാച്ച് പരിശോധിച്ചു. അതിൽ കരോലൈൻ്റെ പൾസ് റേറ്റ് വെളുപ്പിനെ 3:50 നോർമൽ റേഞ്ചും 4 മണിക്ക് ശേഷം ഹൈ റേഞ്ച് അഥവാ എന്തിനെയോ മൽപ്പിടുത്തം നടത്തുന്ന സമയത്തുള്ള ഒരാളുടെ ഹേർട്ട് ബീറ്റ് എത്രയാണോ
അത്രയും റേഞ്ച് കാണിച്ചിരുന്നു. 4:15 ശേഷം കാരോലൈൻ്റെ പൾസ് 0-ലാണ് സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 4 മണിക്കും 4:15 ഇടയിലാണ് കരോലൈൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. 2017-ലാണ് ബാബിസും കരോലൈനും വിവാഹിതരാകുന്നത്. 5 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരുടെയും വിവാഹം. 2 വയസ്സ് വരെ ഇംഗ്ലണ്ടിൽ താമസിച്ച കാരോലൈൻ പിന്നീട് ഗ്രീസിലേക്ക് കുടിയേറുകയായിരുന്നു. ഇതേ ഗ്രീസിലെ ഒരു ബീച്ച് സൈഡിൽ വെച്ചാണ് 27 വയസ്സുകാരനായിട്ടുള്ള ബാബിസിനെ കരോലൈൻ പരിചയപ്പെടുന്നത്. അന്ന് 15 വയസ്സുണ്ടായിരുന്ന കരോലിൻ ബാർബിസുമായിട്ട് പ്രണയത്തിലായി. എന്നാൽ താൻ സ്വപ്നം കണ്ട ഒരു ജീവിതമല്ല വിവാഹത്തിന് ശേഷം കരോലൈനെ കാത്തിരുന്നത്. പലതവണ ബാബിസ് കരോലൈനെ ശാരീരികമായി ഉപദ്രവിക്കുകയും വളരെയധികം ടോക്സിക്കും മാനിപ്പുലേറ്റീവുമായിട്ട് പെരുമാറുകയും ചെയ്തു. താൻ പലതവണ ബാബിസിനെ ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം പോകാൻ ഒരുങ്ങിയതാണെന്നും പിന്നീട് ബാബിസിനോടുള്ള സ്നേഹം കൊണ്ടും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തിട്ടുമാണ് ഇതെല്ലാം സഹിച്ച് ബാബിസിൻ്റെ കൂടെ ജീവിക്കുന്നതെന്നും കരോലൈൻ തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ടിരുന്നു. തൻ്റെ കുഞ്ഞിനിപ്പോൾ 11 മാസം പ്രായമായി. ഇനിയും താൻ ഒരു ക്ഷണം പോലും ബാബിസിൻ്റെ കൂടെ ജീവിക്കില്ല എന്നും അവസാനമായിട്ട് കരോലൈൻ ഡയറിയിൽ കുറിച്ചിട്ടിരുന്നു. ഈ ഡയറി കുറിപ്പുകളും കരോലൈൻ്റെ വാച്ചിലുള്ള വിവരങ്ങളുമെല്ലാം വെച്ച് ബാബിസിനെ ഒരിക്കൽ കൂടെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. ഇത്രയും സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴേക്കും ഈ കേസ് ലോകത്താകമാനം ഒരു ചർച്ചാ വിഷയമായിട്ട് മാറി. അതുവരെയും സാക്ഷിയായിരുന്ന ബാബിസിന് ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. കേസിലെ സാക്ഷിയായിരുന്നെങ്കിൽ കൂടി ബാർബിസ് പോലീസിൻ്റെ ഒരു നോട്ടപ്പുള്ളി കൂടിയായിരുന്നു. അയാൾ പറഞ്ഞിരുന്ന പല കഥകളും പോലീസ് വിശ്വസിച്ചിരുന്നില്ല. കിട്ടിയ തെളിവുകൾ വെച്ച് ബാർബിസിനെ പോലീസ് ചോദ്യം ചെയ്തു. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബാർബിസ് കുറ്റം സമ്മതിച്ചു. താനാണ് കരോലൈനെ വധിച്ചതെന്നും അയാൾ സമ്മതിച്ചു. കരോലൈൻ മരിക്കുന്നതിന് തലേന്ന് രാത്രി തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായെന്നും അത് പിന്നീട് വലിയ വഴക്കായി മാറിയെന്നും ബാബിസ് പറയുകയുണ്ടായി. ഈ വഴക്കിനൊടുവിൽ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കരോലൈൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തുനിയുകയും ചെയ്തു. എന്നാൽ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നും കുഞ്ഞെൻ്റെ ജീവനാണെന്നും ഞാൻ പറയുകയുണ്ടായി. ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് വീണ്ടും കൂടി. വഴക്കിനൊടുവിൽ കരോലിൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അവൾ എന്നെ പിടിച്ച് തള്ളി. അപ്പോൾ ഞാൻ അവളെ പിടിച്ച് തള്ളി. അതിനുശേഷം കട്ടിലെ വീണ അവളുടെ മുഖത്ത് ഞാൻ തലയണ വെച്ച് അമർത്തി അവളെ ശ്വാസം മുട്ടിച്ചു. കുറച്ച് നേരത്തിനുള്ളിൽ അവൾ പെടഞ്ഞു മരിച്ചു. അല്പനേരത്തിന് ശേഷമാണ് ഞാൻ എന്താണ് ചെയ്തതെന്നുള്ള ഉത്തമ ബോധ്യം എനിക്ക് തന്നത്. കൊലക്കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈ കുറ്റം മറ്റാരോ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞാൻ നടത്തിയൊരു പ്ലാനിംഗ് ആയിരുന്നു ഈ വീട് കയറിയുള്ള ആക്രമണം. അപ്പോൾ പോലീസുകാർ മറ്റൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വളർത്തുനായെ കൊന്നത്? അത് ഞാൻ എനിക്ക് നേരെയുള്ള സംശയങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കൊരിക്കലും എൻ്റെ നായെ കൊല്ലേണ്ട കാര്യമില്ല. അപ്പോൾ അത് മറ്റൊരാൾ ചെയ്തതായിരിക്കുമെന്ന് നിങ്ങൾ കരുതും എന്ന് ഞാൻ കരുതി. അങ്ങനെ അവസാനം ഏതൻസ് പോലീസ് നിഗൂഢമായി ഈ കേസ് തെളിയിച്ചു. കുറ്റക്കാരനായിരുന്ന ബാബിസിന് 10 വർഷത്തെ തടവും ജീവപര്യന്തവും വിധിച്ചു. ഈ കേസിൻ്റെ അന്വേഷണം നടക്കുന്ന അത്രയും കാലവും ബാർബിസ് തൻ്റെ നല്ലവനായ ഇമേജ് നിലനിർത്തിയിരുന്നു. കരോളൈൻ്റെ മരണശേഷം അവരുടെ മാതാപിതാക്കളെ അയാൾ സ്ഥിരമായി പോയി കാണുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. കൂടാതെ ഭാര്യയുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർമാരോട് നന്ദി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അയാൾ പോസ്റ്റും ഇട്ടിരുന്നു. വേദനിക്കുന്ന ഒരു ഭർത്താവെന്ന രീതിയിൽ ആളുകളുടെ സിമ്പതിയും അയാൾ പിടിച്ചു പറ്റിയിരുന്നു. കൊലപാതകത്തിന് ശേഷം CCTV ഉൾപ്പെട്ട എല്ലാ ഡിജിറ്റൽ തെളിവുകളും അയാൾ നശിപ്പിച്ചിരുന്നു.